ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം. ശ്ലോകം 1 മുതൽ. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു: ഭൂയേവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമേയാം. അർജുന, സംപ്രീതനായ നിന്നോട് ഹിതകാമത്തോടുകൂടി ഞാൻ വീണ്ടും പറയുന്ന വിശിഷ്ടവാക്യത്തെ കേട്ടാലും. ന മേ വിദുഃ സുരഗണാഃ പ്രഭവം ന മഹർഷയാഃ അഹമാതിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. എൻ്റെ ഉൽപ്പത്തിയെ ദേവന്മാരാവട്ടെ മഹർഷിമാരാവട്ടെ അറിയുന്നില്ല. മഹർഷിമാർക്കും ദേവന്മാർക്കും എല്ലാവിധത്തിലും ഞാൻ ആദ്യനായുള്ളവനാണ്. യോ മാമജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢഃ സമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. എന്നെ അനാദ്യനായും ജന്മഹീനനായും സർവീശ്വരനായും അറിയുന്നവൻ മനുഷ്യരിൽ വെച്ച് അജ്ഞാനരഹിതനായി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭാവോ ഭാവോ ഭയം ച ഭയമേവ ച അഹിംസ സമദാ തുഷ്ടി തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്തയേവ പ്രതിഷ്ഠിതാഃ. ബുദ്ധി, ജ്ഞാനം, മോഹഹീനത, ക്ഷമ, സത്യം, ദമം, ശമം, സുഖം, ദുഃഖം, ഉൽപ്പത്തി, നാശം, ഭയം, അഭയം, അഹിംസ, സമത്വം, തുഷ്ടി, തപസ്, ദാനം, യശസ് എന്നിങ്ങനെ പല രീതിയിലുള്ള ഭാവങ്ങൾ ജീവികൾക്കുണ്ടാകുന്നത് എന്നിൽ നിന്നാണ്. മഹർഷയഃ സപ്ത പൂർവേ ചത്വാരോ മനവസ്തതാ മദ്ഭാവാ മാനസാ ജാതാ യേഷാ ലോകൈമാ പ്രജാഃ. പൂർവന്മാരായ 7 മഹർഷികളും അങ്ങനെ തന്നെ 4 മനുക്കളും എൻ്റെ ഭാവത്തോടുകൂടി എൻ്റെ സങ്കല്പത്തിൽ നിന്നുണ്ടായവരാണ്. അവരിൽ നിന്ന് ഈ പ്രജകളെല്ലാം ലോകത്തിൽ ജനിച്ചു. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതാഃ സോവികമ്പേന യോഗേന യുജ്യതേ നത്ര സംശയാഃ. എൻ്റെ ഈ ഐശ്വര്യത്തെയും യോഗത്തെയും ശരിയായി അറിയുന്നവൻ നിശ്ചലമായ ഏകാഗ്രനിഷ്ഠയോടു കൂടിയവനാണ്. അതിൽ സംശയമില്ല. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവ പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാഃ. സർവത്തിനും ഞാനാണ് ബീജമെന്നും സർവവും എന്നിലാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ് പണ്ഡിതന്മാർ ഏകാഗ്രഭാവത്തോടുകൂടി എന്നെ ഭജിക്കുന്നു. മച്ചിത്താമത്കരപ്പാണം ബോധയന്തഃ പരസ്പരം കഥയന്തസ്യ മാം നിത്യ തുഷ്യന്തി ച രമന്തി ച. എന്നിൽ മനസ്സുവയ്ക്കുകയും ജീവനത്തെ എന്നിൽ അർപ്പിക്കുകയും ചെയ്തവർ എന്നെപ്പറ്റി പരസ്പരം ബോധിപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. അവർ എന്നെ പ്രാപിക്കുന്നത് ഏതൊന്നുകൊണ്ടോ ആ ബുദ്ധിയോഗത്തെ എന്നിൽ ദൃഢചിത്തന്മാരായി പ്രീതിപൂർവ്വം ഭജിക്കുന്നവർക്ക് ഞാൻ നൽകുന്നു. തേഷാമേവാനുകമ്പാർത്താ മഹാമജ്ഞാനജം തമഃ നാസിയാജ്ഞാനഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വതാം. അവരിൽ അനുകമ്പയോടുകൂടി ഞാൻ അവരുടെ മനസ്സിൽ ഇരുന്നു കൊണ്ട് അജ്ഞാനത്തിൽ നിന്നുണ്ടായ അന്ധകാരത്തെ ഉജ്ജ്വലത്വായ ജ്ഞാനദീപം കൊണ്ട് നശിപ്പിക്കുന്നു. അർജുനൻ പറഞ്ഞു: പരം ബ്രഹ്മം പരം ധാമം പവിത്രം പരമം ഭവാൻ പുരുഷം ശശ്വതം ദിവ്യാം ആദിദേവമജം വിഭും ആഹുസ്താമർഷിഹ സർവ ദേവർഷിൻ നാരദസ്തതാം അസിതോ ദേവാലോ വ്യാസായ സ്വയം ചൈവ ബ്രവീഷിമേ. പരബ്രഹ്മവും പരാശ്രയവും പരമപവിത്രവും അങ്ങു തന്നെ. അങ്ങ് ശാശ്വതനും ദിവ്യനും ആദിദേവനും ജന്മഹീനനും സർവവ്യാപിയും പുരുഷനുമാണെന്ന് നാരദ ദേവർഷിയും അസിതനും ദേവലനും വ്യാസനും ഋഷിമാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അങ്ങയും അതുതന്നെ എന്നോട് പറയുന്നു.